ഹായ്, വെൽക്കം ടു കോഡ് യുറക്കം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്കൊരു വെബ്സൈറ്റ് കിട്ടി. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഒരു വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ബേസിക് SEO ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഒരു വെബ്സൈറ്റ് SEO ചെയ്യാനായിട്ട് നമുക്കൊരു കസ്റ്റമർ തന്നു, ഒരു ക്ലയന്റ് തന്നു. അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഗൂഗിളിന്റെ ഈ സർവീസ്, ഈ ടൂൾസിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് നമ്മൾ നോക്കണേ ഗൂഗിൾ അനലിറ്റിക്സ്, സെക്കൻഡ് സെർച്ച് കൺസോൾ, മൂന്നാമത്തത് ഗൂഗിൾ ടാഗ് മാനേജർ. ഈ മൂന്നിലും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ള ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് പഠിച്ചിട്ടുള്ളതാണ്. റിയൽ ടൈം പെർഫോമൻസും മൂവ്മെന്റ് ഓഫ് ഓഡിയൻസ് ഓൺ വെബും സോഴ്സ് ഓഫ് ട്രാഫിക്, ആക്റ്റീവ് നമ്പേഴ്സ് ഓഫ് ഓഡിയൻസ് ഓൺ വെബ്സൈറ്റ്, ഇതെല്ലാം നമുക്ക് ഈ ഗൂഗിൾ അനലിറ്റിക്സ് വഴി നമുക്ക് അറിയാനായിട്ട് പറ്റും. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മുടെ പഴയ ക്ലാസ്സുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓവർലോഡ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ലൊക്കേഷനിൽ നിന്നാണ് നമുക്ക് ആക്സസ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ക്ലാസ്സുകൾ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഗൂഗിൾ അനലിറ്റിക്സിന് വേണ്ടി നമ്മൾ പ്രത്യേക ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് നോക്കാം. അപ്പൊ അതിന്റെ അകത്ത് മസ്റ്റായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ്, ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. ടാഗ് മാനേജർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതെന്ന് വെച്ചാൽ ടാഗുകളെ ഇപ്പൊ എന്ന് വെച്ചാൽ ഇത് ടാഗുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടാഗുകൾ, ട്രിഗേഴ്സ്, വേരിയബിൾസ്, ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഗൂഗിൾ അനലിറ്റിക്സിന്റെയും ആഡ്സെൻസിന്റെയും ആഡ് ട്രാക്കിങ്ങും എല്ലാം നമുക്ക് ഈ ടാഗ് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്യുന്നത്. അതിലും നമ്മൾ മസ്റ്റായിട്ടും നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം, നമ്മൾ ടൂള് കണക്ട് ചെയ്തിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഗൂഗിൾ സെർച്ച് കൺസോൾ. ഗൂഗിൾ സെർച്ച് കൺസോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കണം. അതിലും നമ്മുടെ വെബ്സൈറ്റ് മസ്റ്റായിട്ടും ആഡ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ലൈവ് ആയിട്ടുള്ള ഓഡിയൻസ് എവിടെ നിന്നൊക്കെയാണ്, റിയൽ ടൈം പെർഫോമൻസ്, നമ്മുടെ വെബ്സൈറ്റിന്റെ റിയൽ ടൈം പെർഫോമൻസ് നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ആഡ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവന്റ്സിനെയും ട്രിഗേഴ്സിനെയും വേരിയബിൾസിനെയും കൺട്രോൾ ചെയ്യാനായിട്ടാണ്. മൂന്നാമത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് കൺസോൾ ആണ്. ഈ സെർച്ച് കൺസോളിന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ് മീൻസ് അതിന്റെ കോഡിങ് എങ്ങനെയാണ്, അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, URL ഇൻസ്പെക്ഷൻ, നമ്മൾ ഇതൊക്കെ പഴയ ക്ലാസ് നോക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് പഴയ ക്ലാസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനകത്ത് URL നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഈ URL എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അതുപോലെ സൈറ്റ് മാപ്പ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ഈ ഗൂഗിൾ സെർച്ച് കൺസോളിലാണ്. ഈ അങ്ങനെയുള്ള കാര്യങ്ങളും പെർഫോമൻസും നമുക്ക് ഓരോ പേജിന്റെയും പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഇതിന്റെ അകത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ ഓരോ പേജും നമ്മൾ URL ഇൻസ്പെക്ഷൻ്റെ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാണിക്കും. നമുക്കത് HTML എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഗൂഗിൾ സെർച്ച് കൺസോൾ യൂസ് ചെയ്യും. അപ്പൊ ഈ മൂന്ന് ടൂള് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു ക്ലയന്റ് നമുക്ക് ഒരു വെബ്സൈറ്റ് തന്നെ ഈ മൂന്ന് ടൂളിലും ഇട്ടിട്ട് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഗൂഗിൾ ഈ നമ്മുടെ സൈറ്റിന്റെ ഈ കസ്റ്റമർ ക്ലയന്റ് നമുക്ക് തന്നിരിക്കുന്ന സൈറ്റിന്റെ സ്പീഡ് ചെക്ക് ചെയ്യുക. അപ്പൊ സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, നമ്മൾ ഈ ഇതിന്റെ ഡെവലപ്പറെ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡെവലപ്പർ ആണെങ്കിൽ എന്റെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തുകൊണ്ടാണ് ഇത് സ്ലോ ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യണം. അപ്പൊ ഈ സ്പീഡ് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നുള്ളത്, നമുക്ക് അതിനും ഗൂഗിളിന്റെ തന്നെ മറ്റൊരു ടൂൾ ഉണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങൾ പോവുക ഗൂഗിളിന്റെ അകത്ത് വെറുതെ സെർച്ച് ചെയ്യുക, ഗൂഗിൾ പേജ് സ്പീഡ് ചെക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ കിട്ടും. ഗൂഗിൾ ഫോർ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ആണെന്നുണ്ടോ, അപ്പൊ ഈ സൈറ്റിൽ കയറുക. വെബ് ഫാസ്റ്റർ എന്ന് പറഞ്ഞാൽ കയറുക. അതിന്റെ അകത്ത് കയറുമ്പോൾ ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ URL കൊടുക്കുക. നമ്മുടെ സൈറ്റിന്റെ നമുക്ക് ഏത് സൈറ്റാണോ ചെക്ക് ചെയ്യേണ്ടത് അതിന്റെ ഓരോ പേജായിട്ട് URL കൊടുക്കണം. ഇപ്പൊ ഹോം പേജിന്റെ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് അനാലിസിസ് കൊടുക്കാം. അനലൈസ് എന്ന് പറഞ്ഞാൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനാലിസിസ് കിട്ടും. അത് തന്നെ ഡെസ്ക്ടോപ്പിന്റെ മൊബൈലിനെ സെപ്പറേറ്റ് കിട്ടും. ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത്, മൊബൈലിൽ എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നതാണ്. അതിന് തന്നെ ഇവിടെ കണ്ടോ, പെർഫോമൻസിന്റെ അകത്ത് ഈ മിനിമം ഒരു 40 എങ്കിലും നമ്മുടെ വെബ്സൈറ്റിന് വേണം, എങ്കിലേ അത് നമുക്ക് SEO റാങ്കിങ് നമുക്ക് അഡ്വാൻറ്റേജ് ആവത്തുള്ളൂ. 40 ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മൊബൈലിനെ ചെക്ക് ചെയ്യുക. ഇത് ഈ സൈറ്റിന് മൊബൈലിന് കുഴപ്പമില്ല, കണ്ടോ 51 ഉണ്ട്, പക്ഷെ ഡെസ്ക്ടോപ്പിന് 28 ഉള്ളു. അപ്പൊ മസ്റ്റായിട്ട് നമ്മളിത് റിവ്യൂ ചെയ്യണം. റിവ്യൂ ചെയ്തിന്റെ കോഡൊക്കെ റിവ്യൂ ചെയ്തിട്ട് ഇതിന്റെ സ്പീഡ് മസ്റ്റായിട്ട് കൂട്ടണം. ഒരു 3 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മുടെ വെബ്സൈറ്റ് പേജ് ലോഡായി വരുന്ന രീതി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ സ്പീഡ് ടെസ്റ്റ് ആണ് അടുത്ത ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓരോ പേജായിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പറെ അറിയിക്കാം. അപ്പൊ അടുത്തത് എന്താ നമ്മൾ ചെയ്യേണ്ടത്, അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഗൂഗിൾ മൊബൈൽ ഫ്രണ്ട്ലി ടെസ്റ്റ് ആണ് നടത്തേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജ് മൊബൈൽ ഫ്രണ്ട്ലി ആണെന്ന് നോക്കണം. ഇത് നമ്മുടെ ഗൂഗിൾ റാങ്കിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമുക്കൊരു വെബ്സൈറ്റ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മൾ ഈ ടൂൾസിൽ ഇട്ട് നോക്കുന്നു. ആദ്യം നമ്മൾ ഈ പറഞ്ഞ ഗൂഗിളിന്റെ ടൂൾസിൽ ഇട്ട് നോക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടു കഴിഞ്ഞാൽ
ഈ സെർച്ച് കൺസോളിലൊക്കെ ഇട്ടും ഇവന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ അതപ്പോൾ തന്നെ അവർ ഡെവലപ്പറെ അറിയിക്കുന്നു, നമ്മുടെ ക്ലയന്റിനെ അറിയിക്കുന്നു, വെബ്സൈറ്റിന് ഇഷ്യൂ ഉണ്ട്, അത് ഫിക്സ് ചെയ്യണം. നമ്മൾ തന്നെ ഡെവലപ്പർ ആണെങ്കിൽ നമ്മൾ തന്നെ അത് ഫിക്സ് ചെയ്യണം. അടുത്തത് നമ്മൾ എന്താ പറഞ്ഞേ, ഇപ്പൊ സ്പീഡ് ചെക്ക്, ഓരോ ഇതിന്റെ സ്പീഡ് ചെക്ക് നമ്മൾ ഗൂഗിളിന്റെ ഈ സൈറ്റിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ സ്പീഡ് ചെക്ക് നടത്തുന്നു. അത് എത്ര വേണം, 40ക്ക് മുകളിൽ മിനിമം വേണം, 3 സെക്കൻഡിനുള്ളിൽ അത് ലോഡ് ചെയ്യണം ഓരോ പേജ്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ മൊബൈൽ ഫ്രണ്ട്ലി ടെസ്റ്റ് നടത്തുക. ഓരോ പേജായിട്ട് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ സെർച്ച് കൺസോളിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിൽ നമ്മൾ ഓരോ പേജായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ കാണിക്കും പേജസ് മൊബൈൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ നോട്ട് മൊബൈൽ ഫ്രണ്ട്ലി എന്ന് കാണിക്കും. മൊബൈൽ ഫ്രണ്ട്ലി ആണെങ്കിൽ നമ്മൾ മൊബൈൽ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഡിസ്പ്ലേ കിട്ടും. അത് നമ്മുടെ ഗൂഗിൾ നമ്മുടെ റാങ്കിങ്ങിനെ എഫക്ട് ചെയ്യും, SEO റാങ്കിങ്ങിനെ അത് എഫക്ട് ചെയ്യും. അതും നന്നായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അടുത്ത നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പല ടൂൾസ് വെച്ചും ചെക്ക് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വെബ്സൈറ്റ് ഒരു ട്രസ്റ്റഡ് വെബ്സൈറ്റ് ആണോ എന്നുള്ളതാണ്. അതും ഗൂഗിള് നോക്കും. ഗൂഗിളില് ക്രോളേഴ്സ് വരുമ്പോഴത്തേക്ക് അവരത് നോക്കും എന്ന് വെച്ചാൽ ഇത് ട്രസ്റ്റഡ് വെബ്സൈറ്റ് ആണോ എന്ന് വെച്ചാൽ ഈ നമ്മുടെ വെബ്സൈറ്റില് എബൌട്ട് അസ് എന്ന് പറഞ്ഞ പേജ് ഉണ്ടോ, നമ്മളെ പറ്റി പറയുന്നുണ്ടോ, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ ആരാന്ന് പറയുന്നുണ്ടോ, അതുപോലെ കോൺടാക്ട് അസ്, നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഇതിനകത്തുണ്ടോ. ചിലപ്പം നമ്മുടെ ചില സൈറ്റുകളൊന്നും കോൺടാക്ട് അസ് ഒന്നും കാണത്തില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജോലി കൊടുക്കാന്നുള്ള പറ്റിക്കുന്ന വെബ്സൈറ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ജോബ് ഓഫർ ചെയ്ത് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള സൈറ്റുകൾക്ക് കോൺടാക്ട് അസും എബൌട്ട് അസ് കാണും, അത് റോങ് ആയിരിക്കും. അതുപോലെ കോൺടാക്ട് അസ് നമ്പേഴ്സ് ഒന്നും കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ SEO റാങ്കിങ്ങിനെ ബാധിക്കും. അപ്പൊ അത് രണ്ടും ഉണ്ടോ നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസും എബൌട്ട് അസും എല്ലാം ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ പ്രൈവസി പോളിസി അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇത് ഉണ്ടോന്ന് മസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഈ പ്രൈവസി പോളിസി മസ്റ്റ് ആണ്, ട്രസ്റ്റഡ് വെബ്സൈറ്റിന് മസ്റ്റ് ആണ്. ഇതിപ്പോ നമ്മുടെ വെബ്സൈറ്റിന് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഡെവലപ്പറിനെ പറയുക ഇത് ആഡ് ചെയ്യാൻ. അപ്പം നമുക്ക് വേണ്ടി നമുക്ക് തന്നെ ജനറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനും ഓട്ടോമാറ്റിക് ടൂൾസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ നേരെ ഗൂഗിളിൽ പോവുക, പ്രൈവസി പോളിസി ജനറേറ്റർ ഫ്രീ എന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക. അതിന്റെ തന്നെ ഈ ഫസ്റ്റ് വരുന്ന പ്രൈവസി പോളിസി ജനറേറ്റർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അവിടെ പോയിട്ട് ഇവിടെ ജനറേറ്റ് പ്രൈവസി പോളിസി എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നത് ആപ്പിനാണോ വെബ്സൈറ്റ് ആണോ രണ്ടിനും വേണം. രണ്ടിനും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ആൻഡ് ജനറേറ്റ് പ്രൈവസി പോളിസി ചോദിക്കും. അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മുടെ ബിസിനസിനെ പറ്റി. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇതെന്താണെന്ന് ചോദിക്കുക. അതുപോലെ നിങ്ങളുടെ ആപ്പിന്റെ നെയിം ഉണ്ട് അത് കൊടുക്കുക. നിങ്ങളുടെ ബിസിനസ് എൻറ്റിറ്റി ടൈപ്പ് നമ്മുടെ ഇൻഡിവിജ്വൽ ആണോ അതോ ബിസിനസ് ആണെന്ന് കൊടുക്കുക. നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ കൺട്രി ഏതാണെന്ന് കൊടുക്കുക. ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. കുറച്ച് ക്വസ്റ്റ്യനോട് ചോദിക്കും. അതിനുശേഷം ജനറേറ്റ് എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനുസരിച്ചുള്ള ഒരു പ്രൈവസി പോളിസി അത് ജനറേറ്റ് ചെയ്ത് തരും. അത് നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു പേജിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും കഴിയും. അപ്പൊ നിങ്ങൾക്ക് അതും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷനും സെയിം തന്നെയാണ്. നിങ്ങൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ജനറേറ്റർ എന്ന് കൊടുക്കുക. അതാണ് ഈ ഫസ്റ്റ് വരുന്ന പേജിൽ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ആ സൈറ്റിൽ കയറുക. സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുക. നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ ബിസിനസ് ടൈപ്പ്, കമ്പനി നെയിം ഇതെല്ലാം കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് വളരെ സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ആൻസർ കൊടുത്ത് ക്രിയേറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരും വെബ്സൈറ്റിന്റെ പേരും ഒക്കെ ചേർത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ ഇന്ത്യൻ ലോയ്ക്ക് അനുസരിച്ചുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ് ജനറേറ്റ് ചെയ്തത്. അത് നമ്മൾ വെബ്സൈറ്റിൽ ജസ്റ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്പർ കൊടുക്കുക ഇത് ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് അതും കഴിയും. അപ്പൊ അതും നമ്മൾ മസ്റ്റ് ആയിട്ടും ട്രസ്റ്റഡ് വെബ്സൈറ്റ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് അതും വേണം. അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ടേംസ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞ പേജാണ്. അപ്പൊ നമ്മുടെ സർവീസിന്റെ ടേംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതും നമുക്ക് ഇതുപോലെ തന്നെ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ട ഫൗണ്ടേഷണൽ ബാക്ക് ലിങ്ക് മസ്റ്റ് ആണ്. നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച് ഫേസ്ബുക്ക് പേജിൽ ജനറേറ്റ് ചെയ്യണമെന്ന്, അതുപോലെ ലിങ്ക്ഡിൻ, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ ഉള്ള പേജുകൾ ബിസിനസ് പേജിലേക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരു ലിങ്ക് അങ്ങോട്ട് കൊടുക്കുക. അതുപോലെ ആ പേജിൽ തിരിച്ച് ഇങ്ങോട്ട് ഒരു ബാക്ക് ലിങ്ക് കൊടുക്കുക. അതും ട്രസ്റ്റഡ് സൈറ്റ് ആണ്. കാര്യം നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഒരാള് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് തുല്യമാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഫേസ്ബുക്കിലേക്ക് ഒരു ലിങ്ക് കൊടുക്കുന്നു, അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഒരു ലിങ്ക് കിട്ടുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ അതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ URL ആണ്. എന്താണ് സെക്യൂർ URL ആണോ, SSL സർട്ടിഫിക്കറ്റ് ഉണ്ടോ. നമ്മുടെ പഴയ ക്ലാസ്സിൽ പഠിച്ചതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? HTTPS എന്ന് പറയുന്ന സാധനം നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നും ഉള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ പഴയ ക്ലാസ്സിൽ കാണുക. HTTPS ആയിരിക്കണം മസ്റ്റ് ആയിട്ട് നമ്മുടെ URLന്റെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് SSL സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുന്നത്. അതപ്പോ നമുക്ക് ഈ ഹോസ്റ്റിംഗർ അതുപോലെ തന്നെ ഗോഡാഡി പോലത്തെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീ ആയിട്ടൊക്കെ തരുന്നുണ്ട്. അതുപോലെ നല്ല ഹോസ്റ്റിംഗ് സർവീസ് ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും.
HTTPS തന്നെ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി പർച്ചേസ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് HTTPS ആയിരിക്കും. അല്ലെങ്കിൽ എന്താ പറ്റുന്നത്, നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നോട്ട് സെക്യൂർ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ചെക്ക് ലിസ്റ്റ് മസ്റ്റ് ആയിട്ട് ഒരു ക്ലയന്റ് നമുക്കൊരു വെബ്സൈറ്റ് SEO ജനറേറ്റ് ചെയ്യുമ്പോൾ തരേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇതെല്ലാം മസ്റ്റ് ചെയ്യണം. എന്താണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഈ നമ്മുടെ ഗൂഗിളിന്റെ ഈ 3 ടൂൾസിൽ മസ്റ്റ് ആയിട്ടും ഗൂഗിൾ അനാലിറ്റിക്സ്, സെർച്ച് കൺസോൾ, ഗൂഗിൾ ടാഗ് മാനേജർ, ഇത് 3 നമ്മുടെ വെബ്സൈറ്റ് കണക്റ്റഡ് ആയിരിക്കണം. അതുവഴി നമുക്ക് ഫുൾ അനാലിസിസും കാര്യങ്ങളും എല്ലാം ഇതിന്റെ അകത്ത് നിന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മൾ പറഞ്ഞത് പേജിന്റെ സ്പീഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40ക്ക് മുകളിലായിരിക്കണം. 3 സെക്കൻഡിനുള്ളിൽ പേജ് ലോഡ് ആവണം. അതിന് ഗൂഗിളിൽ തന്നെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് ഓരോ പേജിന്റെ URL കൊടുത്ത് സ്പീഡ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത പറഞ്ഞ നമ്മുടെ സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം മസ്റ്റ് ആയിട്ടും. ഇതും SEO റാങ്കിങ്ങിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ലാസ്റ്റ് പറഞ്ഞത് ഈ ട്രസ്റ്റഡ് വെബ് പേജ് ആക്കി മാറ്റുക, വെബ്സൈറ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിനെ മാറ്റണം. അതിന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്താണ് അബൌട്ട് us, കോൺടാക്ട് us, പ്രൈവസി പോളിസി, ടേംസ് ആൻഡ് കണ്ടീഷൻ, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യണം. ഇതെങ്ങനെ ജനറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ ഫൗണ്ടേഷണൽ ബാക്ക് ലിങ്ക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, ഡ്രോയിങ് സൈറ്റിലേക്ക് അങ്ങോട്ട് ലിങ്ക് കൊടുക്കുക. അതുപോലെ ആ പേജിൽ ഇങ്ങോട്ട് നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്കും കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴത്തെ അത് ട്രസ്റ്റഡ് സൈറ്റ് ആവും. ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് സെക്യൂർ URL ആയിരിക്കണം നമ്മുടെ സൈറ്റിനുള്ളത്. അത് SS സർട്ടിഫിക്കറ്റ് മേടിക്കുക. എന്നിട്ട് HTTPS ആയിരിക്കും. SS സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുമ്പോൾ HTTPS ആവും. അത് നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പൊ തരുന്നുണ്ട് പല വെബ്സൈറ്റ് പിന്നെ സർവീസ് പ്രൊവൈഡേഴ്സും. അപ്പൊ അത് തന്നെ പർച്ചേസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു വെബ്സൈറ്റ് കിട്ടുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഒന്ന് ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇത്തരം കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ടിരിക്കാം. നെക്സ്റ്റ് ക്ലാസ്. താങ്ക്സ് സോ മച്ച്.